പാകിസ്ഥാനിലെ ടിക്ടോക്ക് താരം സന യൂസഫിനെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് ഒരാൾ വെടിവെച്ചു കൊന്നു. ഇൻസ്റ്റാഗ്രാമിൽ 5 ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള സന പാകിസ്ഥാനിലെ ചിത്രാൽ സ്വദേശിയാണ്. മരിക്കുന്നതിൻ്റെ തലേ ദിവസം തൻ്റെ പിറന്നാൾ ആഘോഷ വീഡിയോയും ഈ 17കാരി സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരുന്നു. ഈ വീഡിയോ ഏറെ വൈറലായിരുന്നു. സനയുടേത് ഒരു ദുരഭിമാന കൊലയാണ്. സനയുടെ കൊലപാതകത്തെക്കുറിച്ച് പാകിസ്ഥാനി എഴുത്തുകാരനും ബ്ലോഗറുമായ കൊമാലി അഹമ്മദ് മുവിയാഹിൻ്റെ വിലയിരുത്തൽ ഇങ്ങനെയാണ്: ഇത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും ഒരു പാഠമാകണം. സോഷ്യൽ മീഡിയ പാകിസ്ഥാനി പെൺകുട്ടികൾക്ക് വീട്ടിലിരുന്ന് ലോകത്തിന് മുന്നിലേക്ക് എത്താനുള്ള അവസരം ഒരുക്കിയിരിക്കുകയാണ്. ഇസ്ലാം മതം മറ്റു മതങ്ങളെപ്പോലെയല്ല, അതൊരു മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെക്കുറിച്ചും പറയുന്നു. ഇസ്ലാം സ്ത്രീകളെ പർദ്ദയിലടച്ച് വീട്ടിനുള്ളിൽ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കിപ്പോൾ വ്യക്തമല്ലേ? സ്ത്രീകൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് മതഗ്രന്ഥത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതിൽ നിന്ന് വ്യതിചലിക്കുന്നത് നാശത്തിലേക്കുള്ള പോക്കാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്ന പെൺകുട്ടികൾക്ക് ഒരു മുന്നറിയിപ്പും ഇദ്ദേഹം നൽകുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സ്വകാര്യ ജീവിതം സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളൊരു പബ്ലിക് പ്രോപ്പർട്ടി ആവുകയാണ്. പാകിസ്ഥാനിലുള്ളവരെല്ലാം നിങ്ങളുടെ ശരീരത്തെയും സൗന്ദര്യത്തെയും കുറിച്ച് ചർച്ച ചെയ്യും. നിങ്ങളാണ് അതിനുള്ള അവസരം ഒരുക്കിക്കൊടുത്തത്. ഇത് മനസ്സിലാക്കിയാണ് സ്ത്രീകൾ എങ്ങനെ ആയിരിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നത്. നിങ്ങൾ സോഷ്യൽ മീഡിയ ഹലാലായി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല. അതല്ല, ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലുള്ള ദുരഭിമാന കൊലകൾക്ക് ഇരയാകും. അക്കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളെ അറിയുകയോ പരിചയപ്പെടുകയോ നിങ്ങളുടെ നാട്ടുകാരനോ അല്ലാത്ത ഒരു അജ്ഞാതനായ ആൾ വന്ന് നിങ്ങളെ കൊല്ലുന്നത്. സനയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു 22കാരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ സജീവമായി എന്നതിൻ്റെ പേരിൽ പാകിസ്ഥാനിൽ കൊലപ്പെടുന്ന ആദ്യത്തെ പെൺകുട്ടിയല്ല സന. മാസങ്ങൾക്ക് മുമ്പ് കൊറ്റയിൽ 15 വയസ്സുള്ള ഹിറ എന്ന പെൺകുട്ടിയെ ടിക്ടോക്കിൽ സജീവമായതിൻ്റെ പേരിൽ പിതാവും അമ്മാവനും ചേർന്ന് വെടിവെച്ചു കൊന്നിരുന്നു. 2016 പാകിസ്ഥാനി സോഷ്യൽ മീഡിയ താരമായ ഖണ്ഡീൽ ബലൂച്ചിനെ സഹോദരൻ കഴുത്തുനെരിച്ചു കൊലപ്പെടുത്തിയിരുന്നു. ഇനി ഇക്കാര്യത്തിൽ അവസാനമായി എടുത്തു പറയാവുന്ന മറ്റൊരു കാര്യം, സ്ത്രീകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാകാൻ പാടില്ല എന്നത് ഇസ്ലാം മതത്തിലേക്ക് വലിഞ്ഞുകയറി വന്നവർ എന്ന് അറബികൾ ആക്ഷേപിക്കുന്ന 2ാം തരം മുസ്ലിങ്ങളുടെ കാഴ്ചപ്പാട് മാത്രമാണ്. കാരണം അറബികൾ ഇങ്ങനെയല്ല. UAE സുൽത്താൻ്റെ മകൾ പോലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അവർ തൻ്റെ ഭർത്താവിനെ ഡൈവോഴ്സ് ചെയ്തത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. ലോകവും ടെക്നോളജിയും വളരുമ്പോൾ ഒരു കൂട്ടർ 6ാം നൂറ്റാണ്ടിലേക്ക് തിരിഞ്ഞു നടക്കുന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം.